Today we will discuss the concept unit step function or Heaviside function. So let us define the unit step function. The unit step function is denoted by u of t minus a and is defined as follows. U of t minus a is equal to 0 if t is less than a and is equal to 1 if t is greater than or equal to a. This is the definition of unit step function. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. u of t minus a യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു t ആക്സിസും ഒരു u of t minus a ആക്സിസും കൂടെ വരയ്ക്കാം. u of t minus a യുടെ വാല്യൂ ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്താണിരിക്കുക. t ലെസ് ദാൻ a ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം ആണ്. അപ്പോൾ ടിയുടെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇരിക്കുക. അപ്പോൾ നമുക്ക് t is equal to a എന്നുള്ള ഒരു വാല്യൂ ഈ ടി ആക്സിസിൽ മാർക്ക് ചെയ്യുക. ടി ഈസ് ഈക്വൽ ടു എ. നമുക്കറിയാം ടി ലെസ് ദാൻ എ ആണെങ്കിൽ എയേക്കാളും ചെറുതാണ് ടി എങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അത് ടി ആക്സിസ് തന്നെയാണ്. ഓക്കെ, വെൻ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ദെൻ ദി വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് 1. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് 1 എന്നുള്ളത് യു ഓഫ് ടി മൈനസ് എ ആക്സിസിൽ മാർക്ക് ചെയ്യുക. എയേക്കാളും കൂടുതലാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. So this is the graph of u of t minus a. So unit step function, graph of the unit step function. നമുക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസുകളൊക്കെ നോക്കാം. സ്പെഷ്യൽ കേസ് ഫസ്റ്റ് വൺ, when a is equal to 0, what is u of t minus 0? u of t minus 0 is equal to u of t, which is equal to, according to the definition, u of t minus 0 is equal to 0 if t is less than 0 and is equal to 1 if t is greater than or equal to 0. This is a special case of the unit step function. So the value of u of t is equal to 1 when t is positive and the value of u of t is equal to 0 when t is negative. T less than 0 means t is negative. Now another property of this unit step function is piecewise functions can be expressed in terms of the unit step function. Piecewise functions can be expressed in terms of the unit step function. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിക്കാം. എക്സാമ്പിൾ, നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുക്കുക, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ എടുക്കുക. സപ്പോസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് ടി വെൻ ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി or 0 less than t less than a and f2 of t if a less than t less than b and is equal to f3 of t if t is greater than b. ഒരു പീസ് വൈസ് ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയേ ഉള്ളൂ. എഫ് ഓഫ് ടി is equal to f1 of t if t lies between 0 and a and f of t is equal to f2 of t if t lies between a and b and f of t is equal to f3 of t if t is greater than b. ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ t f of t ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്താകും? എഫ് ഓഫ് ടിയുടെ ആദ്യത്തെ വാല്യൂ ഏതാണ്? f1 of t ആണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ a വരെയും a മുതൽ b വരെയും bക്ക് ശേഷമുള്ള വാല്യൂസ്. 0യ്ക്കും aയ്ക്കും ഇടയിൽ t വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ f1 of t ആണ്. f1 of ടിയുടെ ഗ്രാഫ് നമ്മൾ തൽക്കാലം ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുക. f1 of t 0 മുതൽ a വരെ എഫ് ഓഫ് ടിയുടെ വാല്യൂ f1 of t ആണ്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി a മുതൽ b വരെ എഫ് ഓഫ് ടിയുടെ വാല്യൂ f2 of t ആണ്. f2 of ടിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുക. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ആണ് കാണിക്കുക. പീസ് വൈസ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾ ആണല്ലോ നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെയാണെന്ന് വിചാരിക്കുക. ദെൻ വെൻ ടി ഈസ് ഗ്രേറ്റർ ദാൻ ബി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ഈസ് f3 of t. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻസ് നമുക്കറിയാം ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. പീസ് വൈസ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിളുകളാണ്. പീസ് വൈസ് ഫംഗ്ഷൻസ് ആണ്. ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ
is not defined at t is equal to a, f of t is not defined at t is equal to b. There are discontinuities at these points. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ് പീസ്വൈസ് ഫംഗ്ഷൻസിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുക? അത് വളരെ സിമ്പിളാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പീസ്വൈസ് ഫംഗ്ഷൻ എഴുതുക? ഈ 3 ഫംഗ്ഷൻ്റെ വാല്യൂസും ഉപയോഗിച്ചാണ് നമ്മൾ ഈ എഫ് ഓഫ് ടിയെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതുക. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വളരെ സിമ്പിളാണ്. ആദ്യം f1 ഓഫ് ടി എഴുതുന്നു, പിന്നെ ഒരു പ്ലസ് സൈൻ എഴുതുന്നു, ദെൻ f2 ഓഫ് ടി എഴുതുന്നു, സെക്കൻഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി, വീണ്ടും ഒരു പ്ലസ് സൈൻ എഴുതുന്നു, മൂന്നാമത്തെ വാല്യൂ f3 ഓഫ് ടി. ഇതിനിടയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എഫ് ഓഫ് ടി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലൈക്ക് ദിസ് വേ. എങ്ങനെയാണ്? ആദ്യം f1 ഓഫ് ടി, then there is a multiplier, plus second value of f of t, f2 of t, then another multiplier, plus third value of t, that is f3 of t. ഈ മൾട്ടിപ്ലയർ എന്താണ്? മൾട്ടിപ്ലയർ വളരെ എളുപ്പമാണ്. 0 ലെസ് ദാൻ t ലെസ് ദാൻ a ആണ്. 0 ലെസ് ദാൻ t ലെസ് ദാൻ a ഞാൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതുകയാണ്. u of t minus 0 minus u of t minus a. u of t minus 0 minus u of t minus a എന്നുള്ളതാണ് ഈ കേസിലെ മൾട്ടിപ്ലയർ. ഇവിടെ ആ മൾട്ടിപ്ലയർ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് f2 of t ഇൻറ്റു മൾട്ടിപ്ലയർ ഈസ് u of t minus a മൈനസ് u of t minus b. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറി കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസ് എഴുതി ചേർക്കുന്നു. a എന്നുള്ളത് മാറി u of t minus a ആയി, അപ്പർ ലിമിറ്റ് b എന്നുള്ളത് u of t minus b ആയി. ഇൻഇക്വാളിറ്റി മാറി ഒരു എക്സ്പ്രഷനായിട്ട് മാറുന്നു. മൂന്നാമത്തെ ടേമിൻ്റെ മൾട്ടിപ്ലയർ എഫ് ഓഫ് ടിയുടെ തേർഡ് വാല്യൂ f3 of t ആണ്. അതിൻ്റെ കൂടെ വരുന്ന മൾട്ടിപ്ലയർ t ഗ്രേറ്റർ ദാൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം u of t minus b. So this is the value of f of t in terms of the unit step function. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പീസ്വൈസ് ഫംഗ്ഷനെ നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫോർമുല. ഒരു പീസ്വൈസ് ഫംഗ്ഷൻ, ഏത് പീസ്വൈസ് ഫംഗ്ഷൻ ആണെങ്കിലും അതിനെ നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കും. ഇനി വാട്ട് ഈസ് u of t minus 0? u of t minus 0 വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. u of t minus 0യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. u of t minus a is equal to u of t. u of tക്ക് പകരം 0 1 ഒക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. സോ u of t minus 0 can be replaced by u of t. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Suppose f of t is equal to 3 values, 2 when 1 less than t less than 2, and is equal to t square by 2 when 2 is less than t less than pi, and is equal to cos t when t is greater than pi. മറ്റൊരു പീസ്വൈസ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് ടി 3 വാല്യൂസ് ഉണ്ട്. എഫ് ഓഫ് ടി is equal to 2 if t lies between 1 and 2. Second value of f of t is t square by 2 if t lies between 2 and pi, and the third value of f of t is cos t when t is greater than pi. ഈ ഫംഗ്ഷൻ്റെ ഈ ഫംഗ്ഷനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് അറിയാം 3 വാല്യൂസ് ഒക്കെയാണുള്ളത്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ആദ്യത്തെ വാല്യൂ 2 ആണ്. ദെൻ ദർ ഇസ് എ മൾട്ടിപ്ലയർ പ്ലസ് second value of f of t is t square by 2, then plus third value of f of t is cos t. ഓക്കെ, അപ്പോൾ ഇതിന് മൾട്ടിപ്ലയർ കൂടി എഴുതി ചേർക്കുക. മൾട്ടിപ്ലയർ എന്താണ്? ആദ്യത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 is multiplied with ഈ 1 ലെസ് ദാൻ t ലെസ് ദാൻ 2 എന്നുള്ളത് മാറി u of t minus 1 മൈനസ് u of t minus 2 എന്നായിട്ട് മാറി. ദിസ് ഈസ് ദി മൾട്ടിപ്ലയർ. ഫസ്റ്റ് ടേമിൻ്റെ കൂട്ടത്തിലുള്ള മൾട്ടിപ്ലയർ. സെക്കൻഡ് ടേമിൻ്റെ കൂട്ടത്തിലുള്ള മൾട്ടിപ്ലയർ ഈ ഇൻഇക്വാളിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ്? This t square by 2 is multiplied with u of t minus 2 minus u of t minus pi. Third term in the expression cos t is multiplied with u of t minus pi. So this is the value of f of t in terms of the unit step function. Next we will discuss the Laplace transform of unit step function. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ആദ്യമേ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതാം. u of t minus a is equal to 0 when t is less than a and is equal to 1 when t is greater than or equal to a. Then what is the Laplace transform of u of t minus a? u of t minus a യുടെ Laplace transform കാണാൻ നമ്മൾ ചെയ്യുന്നതാണ്. Laplace transform of u of t minus a is equal to integral 0 to infinity u of t minus a into e raised to minus st into dt which is equal to integral u of t minus a യുടെ വാല്യൂ നോക്കുക. u of t minus a യുടെ വാല്യൂ 0 ആണ് when t is less than a. നോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് when t is greater than or equal to a. So 0 to infinity എന്നുള്ള വാല്യൂ മാറി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ a മുതൽ ഇൻഫിനിറ്റി വരെ ആയി. when t is greater than or equal to a u of t minus a is equal to 1. ഇപ്പോൾ u of t minus a യുടെ നോൺ സീറോ വാല്യൂ എഴുതി. നോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് a മുതൽ ഇൻഫിനിറ്റി വരെയുള്ളതാണ്. സോ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ a 0 to infinity എന്നുള്ളത് a to infinity ആയിട്ട് മാറി. ദെൻ മൾട്ടിപ്ലൈഡ് വിത്ത് e raised to minus st dt. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. e raised to minus st യുടെ ഇൻ്റഗ്രൽ എന്താണ്? e raised to minus st divided by minus s within the limits from a to infinity which is equal to common denominator minus s. അപ്പർ ലിമിറ്റ് എന്താണ്? ഇറ്റ് ഈസ് e raised to minus infinity. e raised to minus s into infinity ആണ്. That is e raised to minus infinity. Minus lower limit, put t is equal to a. You will get e raised to minus sa which is equal to, what is e raised to minus infinity? e raised to minus infinity is 0. So 0 minus e raised to minus as divided by minus s. So which is equal to e raised to minus as divided by s. This is the Laplace transform of u of t minus a. Laplace transform of u of t minus a കിട്ടിയത് നമുക്ക് കിട്ടി e raised to minus as divided by s. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. Laplace transform of u of t minus a which is equal to e raised to minus as by s. നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. What is the value of the Laplace transform of u of t minus a when a is equal to 0? a 0 ആയി കഴിയുമ്പോൾ ഈ റിസൾട്ട് എന്തായിട്ട് മാറി? Then you will get Laplace transform of u of t minus 0 is equal to Laplace transform of u of t minus 0 is nothing but t. Laplace transform of u of t is equal to, put a is equal to 0 in this result. You will get e raised to minus a into 0. Sorry, e raised to minus 0 into s. That is e raised to minus 0 divided by s which is equal to, we know that e raised to minus 0 or e raised to 0 is 1. So answer is 1 by s. So this is another result. ഈ സ്പെഷ്യൽ കേസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. Laplace transform of u of t എന്ന് പറയുന്നത് 1 by s ആണ്. Laplace transform of u of t minus a യുടെ ആൻസർ e raised to minus as by s. This is the general result and this is a special result. So next we will discuss the second shifting property. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു അല്ലേ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ബാർ എസ് ആണ് എന്നുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ വാല്യൂ കാണുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് ബാർ ഓഫ് എസ് മൈനസ് എ. എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്താണ് എന്ന് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മാർഗത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുക. ഈ ആൻസറിൽ എസിന് പകരം എസ് മൈനസ് എ കൊടുത്താൽ മതി. ഇത് ഉപയോഗിച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ ചെയ്തതാണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ബാർ എസ് ആണ് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t minus a into u of t minus a, where u of t minus a is the unit step function which is equal to e raised to minus a s into Laplace transform of f of t or e raised to minus a s into f bar s. This is the second shifting property. If Laplace transform f of t is equal to f bar s, then Laplace transform f of t minus a into u of t minus a is equal to e raised to minus as into Laplace transform of the function f of t or e raised to minus as into
ഈ ടേമിനെയാണല്ലോ നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കുക അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടിനെയാണല്ലോ നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കുക. സോ ഇ റൈസ് ടു മൈനസ് as ഇൻറ്റു എഫ് ബാർ എസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുക. എന്നാൽ പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമിലുള്ള റിസൾട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Or we can write this result in this form: Laplace transform of f of t into u of t minus a. Laplace transform f of t into u of t minus a is equal to e raised to minus a s into Laplace transform of f of t plus a. കണ്ടുപിടിച്ചാലും മതി. Laplace transform f of t minus a into u of t minus a യുടെ ആൻസർ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് e raised to minus a s into Laplace transform f of t ആണ്. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി മൈനസ് എ അല്ല എഫ് ഓഫ് ടി ഉപയോഗിച്ചാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫർ എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ ആൻസർ ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫർ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എ. ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി പ്ലസ് എ. ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ ഉപയോഗിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫർ എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫർ എഫ് ഓഫ് ടി പ്ലസ് എ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. First question, find the Laplace transform of sin t into u of t minus pi. നമുക്കറിയാമല്ലോ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതിനു മുമ്പ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റുമോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus pi. രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതിന് പകരം ഓരോ ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ, പ്രോഡക്റ്റ് എടുത്താൽ മതിയോ? അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടില്ല. ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ പഠിച്ചിരിക്കുന്നത് ഇവിടെ പ്ലസ് മൈനസ് ഒക്കെ വരികയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി പ്ലസ് ഓർ മൈനസ് യു ഓഫ് ടി മൈനസ് പൈ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി പ്ലസ് ഓർ മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് പൈ എന്നാണ്. ഇവിടെ പ്രോഡക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ ഇല്ല. അതുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും രീതിയിലാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വി ഹാവ് ടു ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ വിച്ച് ഈസ് ഓഫ് ദി ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്നുള്ളത് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എന്ന രീതിയിലാണ്. വേർ യു ഓഫ് ടി മൈനസ് എ എന്നുള്ളത് എന്തായിരിക്കണം? യു ഓഫ് ടി മൈനസ് എയും യു ഓഫ് ടി മൈനസ് പൈ സെയിം ആയിരിക്കണം അല്ലേ? ഈ എക്സ്പ്രഷനെ ഈ രീതിയിൽ മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ യു ഓഫ് ടി മൈനസ് പൈ ആയിരിക്കണം. വിച്ച് ഇംപ്ലൈസ് എന്താണ്? യു ഓഫ് ടി മൈനസ് എയും യു ഓഫ് ടി മൈനസ് പൈയും സെയിം ആകണമെങ്കിൽ എയ്ക്ക് പകരം നമുക്ക് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അല്ലേ? യു ഓഫ് ടി മൈനസ് എയും യു ഓഫ് ടി മൈനസ് പൈയും സെയിം ആകുന്നത് എപ്പോഴാണ്? എ പൈ ആകുമ്പോഴാണ്. ഇനി അതുപോലെ തന്നെ എഫ് ഓഫ് ടി എന്തായിരിക്കണം? ഈ രണ്ട് എക്സ്പ്രഷൻ കൂടെ ഇക്വേറ്റ് ചെയ്യുക. എഫ് ഓഫ് ടിയുടെ വാല്യൂ സൈൻ ടി ആയിരിക്കണം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. The given question is in the form f of t into u of t minus a, where a is equal to pi and f of t is equal to sin t. ഇനി നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എ അക്കോർഡിംഗ് ടു ദി സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി which is equal to നമുക്ക് എയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ പൈ ആണല്ലേ? സോ ഇ റൈസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് പൈ which is equal to e raised to minus pi s into what is the Laplace transform f of t plus pi. നമുക്കിവിടെ എഫ് ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് ടി എന്താണെന്ന് അറിയാമെങ്കിൽ അതിൽ നിന്ന് എഫ് ഓഫ് ടി പ്ലസ് പൈ കണ്ടുപിടിക്കുക അല്ലേ? വാട്ട് ഈസ് എഫ് ഓഫ് ടി പ്ലസ് പൈ? എഫ് ഓഫ് ടിയുടെ ആൻസർ ഉപയോഗിച്ച് എഫ് ഓഫ് ടി പ്ലസ് പൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലുമൊക്കെ ടി ഉണ്ടോ? ആ ടിക്ക് പകരം ടി പ്ലസ് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് സൈൻ ടി എന്നുള്ളത് മാറി ടി പ്ലസ് പൈ ആയി. സൈൻ ടി ബിക്കം സൈൻ ടി പ്ലസ് പൈ. ബട്ട് വാട്ട് ഈസ് സൈൻ ടി പ്ലസ് പൈ? ഇറ്റ് ഈസ് സൈൻ പൈ പ്ലസ് ടി. സൈൻ പൈ പ്ലസ് ടി എന്ന് എഴുതി മാറ്റി തിരിച്ചെഴുതുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടാണ് സൈൻ 180 പ്ലസ് തീറ്റ.
സൈൻ 180 പ്ലസ് തീറ്റ എത്രയാണ്? സൈൻ 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ് അല്ലേ? സോ സൈൻ പൈ പ്ലസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി. Therefore, what is the Laplace transform of f of t plus pi? Which is equal to Laplace transform of minus sin t, which is equal to minus is taken outside. Laplace transform of sin t, which is equal to minus, what is the Laplace transform of sin t? നമുക്ക് ആകെപ്പാട് 7 സ്റ്റാൻഡേർഡ് റിസൾട്ടേ ഉള്ളൂ. അതിലൊരു റിസൾട്ടാണ് സൈൻ 80 ട്രാൻസ്ഫോം അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ ടി ട്രാൻസ്ഫോം എന്താണ്? ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഈ റിസൾട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി പ്ലസ് പൈയുടെ ആൻസർ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ ദിസ് ഈസ് ദി ആൻസർ. ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ ടി ഇൻറ്റു u of t minus pi is equal to e raised to minus pi s into minus 1 divided by s square plus 1. The next question, find the Laplace transform of t square into u of t minus 1. Second question, find the Laplace transform of t square into u of t minus 1. തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം ചെയ്തുപോലെ തന്നെ ഇതിനെ നമുക്ക് ആദ്യമേ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം അല്ലേ? തന്നിരിക്കുന്ന എക്സ്പ്രഷന് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സെയിം ആകണം? യു ഓഫ് ടി മൈനസ് എ മസ്റ്റ് ബി ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് 1 ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് ഓഫ് ടി മസ്റ്റ് ബി ഈക്വൽ ടു ടി സ്ക്വയർ ആയിരിക്കണം. നമ്മളിവിടെ എഴുതി ചേർക്കുകയാണ് വെയർ യു ഓഫ് ടി മൈനസ് എ must be equal to u of t minus 1, which implies എന്താണ്? u of t minus a എപ്പോഴാണ് u of t minus 1 ആവുക? which implies a യുടെ വാല്യൂ 1 ആകുമ്പോൾ മാത്രമേ അത് രണ്ടും ഈക്വൽ ആവുകയുള്ളൂ അല്ലേ? അതുപോലെ തന്നെ f of t must be equal to t square. f of t is equal to t square. Okay, now using second shifting property. Second shifting property എന്താ പറയുന്നത്? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. second shifting property, Laplace transform of f of t into u of t minus a is equal to e raised to minus as into Laplace transform of f of t അല്ല, Laplace transform f of t plus a എന്നാണ് അല്ലേ? ഈ റിസൾട്ട് ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ മാറ്റി എഴുതാണ്. ദിസ് ഈസ് ഈക്വൽ ടു e raised to minus as into Laplace transform of f of t അല്ല, മറിച്ച് t plus a ആണ്. Now substitute the value of a here. Here a is equal to 1, so e raised to minus 1 into s into Laplace transform of f of t plus 1. Okay, which is equal to e raised to minus s into, ഇനി ഈ ടേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി പ്ലസ് 1ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? എഫ് ഓഫ് ടി പ്ലസ് 1ൻ്റെ വാല്യൂ എഫ് ഓഫ് ടിയിൽ നിന്നാണ് കിട്ടുക, ബൈ ജസ്റ്റ് റീപ്ലേസിങ് ടി ബൈ ടി പ്ലസ് 1. സോ റീപ്ലേസ് ടി ബൈ ടി പ്ലസ് 1, you will get f of t plus 1 is equal to t plus 1 the whole square. t ഉള്ളിടത്തൊക്കെ t plus 1 കൊടുക്കുക. So f of t plus 1 is equal to t plus 1 the whole square. Now expanding, this is of the form a plus b the whole square. So this is t square plus 2 into t plus 1 square. Okay, so what is the Laplace transform f of t plus 1? T is equal to Laplace transform of t square plus 2t plus 1. Okay, but what is the Laplace transform of t square plus 2t plus 1? ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിൻ്റെ ട്രാൻസ്ഫോം നമുക്ക് എഴുതാം. ദിസ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ മാറ്റി എഴുതി. Now this is equal to, what is the transform of t square? t square ട്രാൻസ്ഫോം എന്താണ്? 2 by s cube plus 2 into, what is the transform of t? It is 1 by s square plus Laplace transform of 1 is 1 by s. നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് എഴുതി. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി പ്ലസ് 1ൻ്റെ ആൻസർ കിട്ടി. ഈ ആൻസറാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു e raised to minus s into 2 by s cube plus 2 by s square plus 1 by s. So this is the Laplace transform of t square into u of t minus 1. 3-4 സ്റ്റെപ്പുകളേ ഉള്ളൂ, പെട്ടെന്ന് ആൻസർ കിട്ടും. എല്ലാ വർഷവും യൂണിവേഴ്സിറ്റിക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു ട്രാൻസ്ഫോം കാണാനുള്ള പ്രോബ്ലം ഉണ്ട്.